ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ. അതായത് നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടാക്കിയ പൈസ, അതായത് എൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിനും ഞാനൊരു മൂല്യം കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഈ 5 വർഷത്തിൽ മനുഷ്യന്മാരായ നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യം എന്ന രാജ്യത്ത് എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഒന്ന് നോക്കിയാലോ അല്ലേ? അപ്പോൾ അതങ്ങനെ നോക്കാം. അപ്പം നമ്മളെന്തായാലും എല്ലാ സാധനം വാങ്ങുമ്പോഴും ആ വാങ്ങുന്ന സാധനത്തിന് ഒരു GST കൊടുക്കണ്ടല്ലോ. അപ്പോൾ GST എന്ന് പറഞ്ഞാൽ 18% വരുന്നത്. അത് ചില സാധനത്തിന് 5%, ചില സാധനത്തിന് 18%. അപ്പോൾ ഒരു ആവറേജ് നമ്മളൊരു 10% എടുക്കുകയാണെങ്കിൽ ടോട്ടൽ, അതായത് മൊത്തം GST നമ്മൾ എത്ര വാങ്ങിച്ചിട്ടുണ്ടോ ആ വാങ്ങിച്ചതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച മൊത്തം സാധനം, അതായത് ഈ 5 വർഷത്തിൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് എത്ര സാധനം വാങ്ങിച്ചിട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഒരു AI, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉണ്ട്. അപ്പോൾ ആ ടൂള് ഇതിൻ്റെ എല്ലാം കണക്ക് വെച്ചിട്ടുണ്ട്. ആ ടൂളിൻ്റെ പേരാണ് പെർപ്ലെക്സിറ്റി AI. ഇതുണ്ട്, പെർപ്ലെക്സിറ്റി AI. പെർപ്ലെക്സിറ്റി AIനോട് ഞാൻ ചോദിച്ചു, എത്രയാണ് GST നമ്മൾ മൊത്തം വാങ്ങിച്ചെന്നുള്ളത്. ഇതുണ്ട്, വാട്ട് ഈസ് ദ GST കളക്ഷൻ ഓഫ് ഇന്ത്യ ടിൽ ദിസ് ഇയർ. ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇത് കണ്ടോ, ടോട്ടൽ GST കളക്റ്റഡ് ബൈ ഇന്ത്യ ഫ്രം 2020 ടിൽ നൗ. അതായത് 5 വർഷത്തിൽ എത്ര GST കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് പറയുന്നത് ഏകദേശം 100 ലക്ഷം കോടി, അൺടിൽ നൗ 100 lakh crore റുപ്പീസ്. അതായത് 100 ലക്ഷം കോടി രൂപയാണ് നമ്മൾ GST ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കണം. 2020 മുതൽ 2025 വരെ. അപ്പം 100 ലക്ഷം കോടി രൂപ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 ലക്ഷം കോടി രൂപൻ്റെ സാധനം വാങ്ങിച്ചിട്ടുണ്ടാവണം. ആലോചിച്ച് നോക്കിയേ. 5 വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തുള്ള പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 150 കോടി ആൾക്കാരുണ്ട്. എക്സാക്ട്ലി 146 കോടി ജനങ്ങൾ. 146 കോടി ജനങ്ങൾ കൂടി 1000 കോടി രൂപൻ്റെ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതിൽ എത്രയൊക്കെ ആവശ്യമുള്ളതാണ്, എത്രയൊക്കെ അനാവശ്യമായിട്ടുള്ളതാണെന്നൊന്നും അറിയില്ല. പക്ഷെ 5 കൊല്ലം കൊണ്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. 1000 കോടി രൂപൻ്റെ അടുത്തുള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ ഇത്രയും 1000 കോടി രൂപൻ്റെ സാധനം വാങ്ങിക്കണമെങ്കിൽ 1000 കോടി രൂപൻ്റെ മേലെ നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവണമല്ലോ. എന്നാലും 1000 കോടി രൂപൻ്റെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ 1000 കോടി രൂപൻ്റെ ഈ പൈസ നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കിയാലോ അല്ലേ? പൈസ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എങ്ങനെ നോക്കുക? നമ്മൾ അതായത് നമ്മൾ എത്ര ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ലേ നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. 2 ടാക്സ് ആണ് ഉള്ളത്. ഒന്ന് ഇൻകം ടാക്സ്, അതായത് തൊഴിലെടുക്കുന്ന 2 വർഗങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ഒന്ന് തൊഴിലെടുപ്പിക്കുന്നതും വേറൊന്ന് തൊഴിലെടുക്കുന്നതും. തൊഴിലെടുപ്പിക്കുന്ന ആൾ കൊടുക്കുന്നതാണ് കോർപ്പറേറ്റ് ടാക്സ്, തൊഴിലെടുക്കുന്ന ആൾ കൊടുക്കുന്നതാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സ് തൊഴിലെടുക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ആദ്യം നോക്കാം. അതായത് വാട്ട് ഈസ് ദ വർക്കിംഗ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 15 തൊട്ട് 65 വയസ്സ് വരെ 100 കോടി ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ 65 കോടി ആൾക്കാർ, അതായത് 640 മില്യൺ ആൾക്കാർ ജോലി ചെയ്യുകയും ജോലിക്ക് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം ഒരു 65 കോടി ആൾക്കാരാണ് ആരോഗ്യത്തോടു കൂടി പണിയെടുക്കുന്നത്. ഈ 65 കോടി ആൾക്കാർ പണിയെടുത്തിട്ടാണ് ഈ 1000 കോടി രൂപൻ്റെ സാധനം
150 കോടി രൂപ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ? 1000 ലക്ഷം കോടി രൂപേൻ്റെ സാധനം ഈ 150 കോടി രൂപ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കുറച്ചൊക്കെ സേവ് ചെയ്യാം കേട്ടോ. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് വാങ്ങിക്കുക. 1000 ലക്ഷം കോടി രൂപേൻ്റെ സാധനം 150 കോടി ആൾക്കാർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇതിലോട്ട് വരാം. അതായത് എത്രയാണ് നമ്മൾ ഇൻകം ടാക്സ്, അതായത് തൊഴിലാളികൾ ഇൻകം ടാക്സ് ആയിട്ട് അടച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻകം ടാക്സ് ആയിട്ട് തൊഴിലാളികൾ അടച്ചിരിക്കുന്നത് 5 വർഷം, 2020 മുതൽ 2025 വരെ അടച്ചിരിക്കുന്നത് ഇതാ താഴെ 84 to 85 lakh crore, ഏകദേശം 85 ലക്ഷം കോടി രൂപയാണ് 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് ഇൻകം ടാക്സ് ആയിട്ട് അടച്ചിരിക്കുന്നത്. 75 ലക്ഷം അല്ലെങ്കിൽ 65 കോടി ആൾക്കാർ 85 ലക്ഷം കോടി രൂപ ഇൻകം ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ട്. അതായത് ഏകദേശം നമ്മളൊരു 1.5 ലക്ഷം രൂപ, 1.5 ലക്ഷം 2 ലക്ഷം രൂപേൻ്റെ അടുത്ത് 5 കൊല്ലത്തിനുള്ളിൽ ഇൻകം ടാക്സ് ആയിട്ട് തൊഴിലാളികൾ അടച്ചിട്ടുണ്ട്. ഈ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ആസ് എ വർക്ക് ചെയ്യണ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ കണക്കാക്കുകയാണ്. ടാക്സ് നിയമങ്ങൾ പ്രകാരം 12 ലക്ഷത്തിൻ്റെ താഴെയുള്ളവരൊന്നും അടയ്ക്കാറില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് എത്ര ശതമാനം, അതായത് എത്ര ശതമാനമാണ് ഒരു ആവറേജ് ഇന്ത്യക്കാരൻ എത്ര ശതമാനമാണ് ടാക്സ് അടയ്ക്കണമെന്ന് ഞാൻ ചോദിച്ചു പെർപ്ലക്സിറ്റിൻ്റെ അടുത്ത്. ഫ്രം ദ എബവ് അനാലിസിസ് വാട്ട് ഈസ് ദ ഇൻകം ജനറേറ്റഡ്, ഇത് ആവറേജ് ടാക്സ് പേഴ്സൺ ഇന്ത്യൻ പേ ടു ഗവൺമെൻറ് അങ്ങനെ ചോദിച്ചപ്പോൾ പെർപ്ലക്സിറ്റി പറഞ്ഞത് ഏകദേശം gradually increasing to 30% of income for incomes above 24 lakhs. 12.75 ലാഖിൻ്റെ താഴെയുള്ള എല്ലാവരും ടാക്സ് ഫ്രീ ആണെന്ന്. 30% 24 ലാക്സിൻ്റെ മേലെ ഉള്ളവർ അടയ്ക്കണം. 0 to 12 lakhs ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഒരു ആവറേജ്, അതായത് 50 ലക്ഷമോ 1 കോടിയോ എത്രയാണെങ്കിലും ഒരു ആവറേജ് നോക്കുന്ന സമയത്ത് പെർപ്ലക്സിറ്റി പറയുന്നത് 35 തൊട്ടിട്ട് 42% ആണ് നമ്മൾ ഓൺ ആൻ ആവറേജ് ഒരു ഇന്ത്യക്കാരൻ ടാക്സ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അവസ്ഥ? അപ്പോൾ ഏകദേശം നമുക്കൊരു ആവറേജ് 40 എടുക്കുക. 40% ആണ് നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. പിന്നെ കോർപ്പറേറ്റ്, അതായത് പണിയെടുപ്പിക്കുന്ന ആൾ 20% ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ 85 ലക്ഷത്തിൻ്റെ, അതായത് 85 ലക്ഷം എന്ന് പറയുന്നതാണ് 39%. കണ്ടോ? അതായത് 85 ലക്ഷം എന്ന് പറയുന്നതാണ് 39%. അപ്പം നമ്മൾ എത്ര പൈസ സമ്പാദിക്കുന്നുണ്ട്? 218 ലക്ഷം കോടി രൂപയാണ് 25 മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ 5 വർഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പൈസ. അതേപോലെ കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് 40 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. 40 ലക്ഷം എന്ന് പറയുന്നത് 20% ആണെങ്കിൽ 200 ലക്ഷം കോടി രൂപയാണ് കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള പൈസ. അങ്ങനെ 218 ലക്ഷം കോടിയും 200 ലക്ഷം കോടിയും, അതായത് 418 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള മനുഷ്യന്മാർ 2020 മുതൽ 2025 വരെ ഉണ്ടാക്കിയിട്ടുള്ളത്. 400 ലക്ഷം കോടി രൂപ ഉണ്ടാക്കിയിട്ട് 1000 ലക്ഷം കോടി രൂപയുടെ സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. അടിപൊളി.
ഇനി ബാക്കി 600 ലക്ഷം കോടി രൂപ കടം വാങ്ങിച്ചതായിരിക്കണം. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ 600 ലക്ഷം കോടി രൂപൻ്റെ അഡീഷണൽ സാധനം അങ്ങനെ വാങ്ങാൻ പറ്റും? കാർ ലോണ്, ബൈക്ക് ലോണ്, ഹൗസിംഗ് ലോണ്, കല്യാണത്തിന് ലോണ്, കൃഷി ചെയ്യാൻ ലോണ്, എല്ലാത്തിനും ബിസിനസ് ചെയ്യാൻ ലോണ്, ട്രിപ്പ് അടിക്കാൻ ലോൺ എടുത്ത് 600 ലക്ഷം കോടി രൂപ അടുത്ത് ഇപ്പോൾ നമ്മൾ 5 കൊല്ലത്തിൽ ലോൺ എടുത്തിട്ടുണ്ട്. അതൊരു വശത്ത് വെക്കട്ടെ. ഇനി ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം ഏകദേശം. അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കുന്ന ഇത്രയും 1000 ലക്ഷം കോടി രൂപ കൂടി ഉണ്ട്. 400 ലക്ഷം കോടി രൂപ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. 600 ലക്ഷം കോടി രൂപൻ്റെ ലോൺ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അനുമാനം. അപ്പോൾ ഇനി നോക്കാനുള്ള കാര്യം, പിന്നെ ഗവൺമെൻറ് 85 ലക്ഷം കോടി പ്ലസ് 40 ലക്ഷം കോടി, അതായത് ഏകദേശം 125 ലക്ഷം കോടി രൂപൻ്റെ അടുത്ത് ടാക്സ് ആയിട്ട് പിരിച്ചിട്ടുണ്ട്. പിന്നെ 100 ലക്ഷം കോടി രൂപൻ്റെ GST പിരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 225 ലക്ഷം കോടി രൂപയാണ് 5 കൊല്ലം കൊണ്ട് ഗവൺമെൻറ് നമ്മളുടെ അടുത്ത് നിന്ന് ടാക്സ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അത് വേറെ. അത് കുറയ്ക്കുകയാണെങ്കിൽ ഏകദേശം 400 ലക്ഷം കോടി രൂപൻ്റെ എത്ര ഉണ്ടാക്കുന്നുണ്ടോ അത്രയും എമൗണ്ടിന് നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ടാക്സ് കുറയ്ക്കാൻ മറന്നു. അത് തന്നെയാണ്. 400 ലക്ഷം കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്, 400 ലക്ഷം കോടി രൂപൻ്റെ കടം വാങ്ങിച്ചിട്ടുണ്ട്, 200 ലക്ഷം കോടി രൂപ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഇനി കണക്കിൽ വരാത്തത്, ഓക്കെ, ഇനിയിപ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത് എന്താണ്? ആദ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പൈസ FDയിൽ ഇടും. അപ്പോൾ FDയിൽ എത്ര ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പബ്ലിസിറ്റിൻ്റെ അടുത്ത് ചോദിച്ചു. ടോട്ടൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് ഫ്രം 2020 to 2025. അപ്പോൾ ഏകദേശം പറയുന്നത്, ഇന്ത്യൻ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹാവ് റെപ്രസെൻറ്റഡ് എ ക്രിട്ടിക്കൽ സേവിങ് അവന്യൂ with total outstanding amount exceeding 37 lakh crore as of 2025. അപ്പോൾ 2025 മാത്രം 37 ലക്ഷം കോടി രൂപൻ്റെ ഇതുണ്ട്. ഓൺ ആൻ ആവറേജ്, അതായത് 37 എല്ലാ വർഷവും 37 ലക്ഷം കോടി രൂപ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറെക്കുറെ. അതായത് 37 ലക്ഷം, ഓൺ ആൻ ആവറേജ് 30 ലക്ഷം കോടി രൂപ എല്ലാ വർഷവും FD ആയിട്ട് ഇന്ത്യക്കാർ ഇടുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ 150 lakh crore, അതായത് ഇന്ത്യ 5 കൊല്ലമാണല്ലോ. അപ്പോൾ 5 കൊല്ലത്തിൽ 150 ലക്ഷം കോടി രൂപയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. 150 lakh crore ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അതായത് 150 ലക്ഷം കോടി രൂപയാണ് FD ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത്. എല്ലാ ബാങ്കുകളും, പ്രൈവറ്റൈസ്ഡ്, പബ്ലിക് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്കുകൾ, അങ്ങനെ എല്ലാ ബാങ്കുകളിലും കൂടെ 150 ലക്ഷം കോടി രൂപ 5 വർഷത്തിനുള്ളിൽ നമ്മൾ FD ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി FD ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്താ ചെയ്യുക? അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് അടിക്കണമല്ലോ. എപ്പോഴാണ് മരിക്കുകയെന്നറിയില്ല. മരണത്തിന് മുന്നേ സുഖമരണം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹെൽത്ത് ഇൻഷുറൻസ് അടച്ചു വയ്ക്കും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് 2020 മുതൽ 2025 വരെ എത്ര എമൗണ്ട് ഇന്ത്യൻസ് അടച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയ പെർപ്ലെക്സിറ്റി എടുത്തു. അത് പറയുന്നത് 4 to 5 lakh crore ആണ് മൊത്തം ഉള്ളത്. സാലറി കിട്ടി, അതായത് 400 ലക്ഷം കോടി രൂപേൻ്റെ സാലറിയിൽ നിന്ന് 400 ലക്ഷം കോടി രൂപേൻ്റെ ഏകദേശം 1000 ലക്ഷം കോടി രൂപേൻ്റെ സാധനം വാങ്ങിക്കുന്നുണ്ട് മനുഷ്യന്മാർ. അത് വേറെ.
ഇതല്ലാതെ 150 ലക്ഷം കോടി രൂപ FDയിലുണ്ട്. അതല്ലാണ്ട് 5 ലക്ഷം കോടി രൂപ ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് അവസാനിക്കുന്നില്ല, നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് ഏകദേശം 3 to 3.5 lakh crore കൊടുക്കുന്നത്. അങ്ങനെ മൊത്തം 5 lakh crore പ്ലസ് 3.5 lakh, അതായത് 8.5 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്തത് വരുന്നത് എന്താണ്? മ്യൂച്വൽ ഫണ്ട്സ്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോൺ എടുത്തിട്ടാണല്ലോ എല്ലാ കാര്യം ചെയ്യുന്നത്. ലോൺ എടുക്കുമ്പോൾ ആ ലോൺ എടുത്തതിൻ്റെ പൈസ ബാങ്കുകൾക്ക് കൊടുക്കണം. അപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണെന്ന് നോക്കണം. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ബാങ്കുകൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൈസ ബാങ്കുകൾക്ക് പലിശ നിരക്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് നിയമപരമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരമുള്ള പലിശ വാങ്ങിച്ച കണക്കാണിത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ പബ്ലിസിറ്റി പറഞ്ഞത് 17 to 18 lakh crore മണി നമ്മൾ പലിശ നിരക്കിൽ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 5% നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഈ 18 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്ത്, അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ വിചാരിച്ച് ലോൺ എടുത്തിട്ട് വെറുതെ ബാങ്കുകൾക്ക് കൊടുത്തല്ലേ. 18 ലക്ഷം കോടി രൂപയാണ് ഈ ബാങ്കുകളും NBFCs എല്ലാവരും പലിശ നിരക്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് 5 കൊല്ലം കൊണ്ട്. ഈ 18 ലക്ഷം കോടി രൂപ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടത്താമായിരുന്നു. നമ്മൾ വെറുതെ പലിശ കൊടുത്ത് അതിനെ കളഞ്ഞില്ലേ. ഓക്കെ, അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് കഴിഞ്ഞു, വെഹിക്കിൾ ഇൻഷുറൻസ് കഴിഞ്ഞു. കടമടയ്ക്കാനുള്ളത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 18 ലക്ഷം കോടി രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചു. 18 ലക്ഷം കോടി രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൈസയായിരിക്കും നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും ഷെയർ മാർക്കറ്റിലൊക്കെ ഇടുക. എല്ലാവരും വന്നിട്ട് ചേട്ടാ ഇത് 10 കൊല്ലം കഴിയുമ്പോൾ 100 ഇരട്ടിയാവും, 200 ഇരട്ടിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എത്ര രൂപ മ്യൂച്വൽ ഫണ്ടിൽ ആദ്യം ഇടിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിരിക്കുന്നത് പറയപ്പെടുന്നത് 2020 28.23 ട്രില്യൺ ആണ് ടോട്ടൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ വാല്യൂ എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത്. 2025 ആവുമ്പോഴും തന്നെ അത് 80 lakh, അതായത് 79.88 lakh crore മാറി എന്ന് പറയുന്നത്. അതായത് ഏകദേശം 50 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യക്കാർ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. SIP എന്നുള്ള രീതിയിൽ. ഇനി അതല്ലാതെ നമ്മൾ ഷെയർ വാങ്ങിക്കുമല്ലോ. കുറേ ഇന്ത്യക്കാർക്ക് ഈ ഷെയർ വാങ്ങാനുള്ള താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഷെയറായിട്ട് വേറൊരു 50 ലക്ഷം കോടി രൂപൻ്റെ എമൗണ്ടും കൂടെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടുണ്ട് ഈ 5 കൊല്ലത്തിനുള്ള. അങ്ങനെ 100 ലക്ഷം, അതായത് 100 lakh crore ഓർ 100 trillion വേർത്ത് ഫണ്ടിനാണ് നമ്മൾ ഷെയർസ് വാങ്ങിച്ചിരിക്കുന്നത് മൊത്തം. ഈ 100 ലക്ഷം ഈ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഡിജിറ്റൽ അസറ്റാണ്. അതായത് നമ്മൾ ആ ഡിജിറ്റൽ അസറ്റ് വിറ്റിട്ട് പൈസയാക്കിയാൽ മാത്രമേ ആ പൈസ കൊണ്ട് നമുക്ക് ചായ വാങ്ങിക്കാനോ ഭക്ഷണം വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്ത് പുതിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ 100 ലക്ഷം കോടി രൂപൻ്റെ ഡിജിറ്റൽ അസറ്റ് അതുപോലെ കിടക്കുകയാണ്. ഒരു ചെറിയൊരു ഒരു റിസഷനോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസോ വന്നാൽ ഏകദേശം 50% സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷാണ്. അതായത് 50% ഇടിയും. 50% ഇടിഞ്ഞാൽ 100 ലക്ഷം കോടി രൂപൻ്റെ അസറ്റ് 50 ലക്ഷം കോടി രൂപയാവും. അതായത് നമ്മൾക്ക് 50 ലക്ഷം കോടി രൂപൻ്റെ നഷ്ടം വരും. നമ്മൾ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ 17% ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് കാരണം മാത്രം വരും. രണ്ടാമത് ഈ 100 ലക്ഷം കോടി രൂപൻ്റെ
പൈസ ഇന്ത്യ മഹാരാജ്യത്ത് ഷെയറിലിടാതെ ആക്ച്വൽ ബിസിനസ്സുകളിൽ ഇട്ട് അതിൽ നിന്നും ഗ്രോത്ത് ഉണ്ടായി അതിൽ നിന്നും ആൾക്കാർ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ഉള്ള ഗ്രോത്തിനെക്കാട്ടിലും എവറി ഇയർ ഒരു 25% അധികം ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. സോ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഇത്രയും പൈസ. അതായത് അപ്പോൾ ഏകദേശം ഒരു ശരാശരി ഇന്ത്യക്കാരൻ 150 ലക്ഷം കോടി രൂപ FD ഇട്ടു, 18 ലക്ഷത്തിൻ്റെ അടുത്ത് ഇൻഷുറൻസ് അടിച്ചു, പിന്നെ ഒരു 100 ലക്ഷം കോടിൻ്റെ അടുത്ത് ഈ മ്യൂച്വൽ ഫണ്ട്സിലിട്ടു, പിന്നെ ഒരു 225 ലക്ഷം കോടി രൂപേൻ്റെ അടുത്ത് ടാക്സ് അടച്ചു. അപ്പോൾ അത് നോക്കാം എത്ര രൂപയാണ് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത് നോക്കുമ്പോൾ 150 കോടി FD, 225 ലക്ഷം കോടി രൂപ ടാക്സ്, 18 ലക്ഷം കോടി രൂപ ഇൻഷുറൻസ്, പിന്നെ ഒരു 100 ലക്ഷം കോടി രൂപ മ്യൂച്വൽ ഫണ്ട്സും ഷെയർസ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അതായത് ഏകദേശം 493 കോടി അല്ലെങ്കിൽ 500 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ പോക്കറ്റിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് പോയിരിക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ നിത്യോപയോഗത്തിന് വേണ്ടി നമ്മൾ 1000 ലക്ഷം കോടി രൂപേൻ്റെ സാധനം വാങ്ങുന്നുണ്ട്. അങ്ങനെ മൊത്തം 1500 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ചിലവ്. അപ്പം ശരിക്കും ഇന്ത്യക്കാർ 500 ലക്ഷം കോടി രൂപേൻ്റെ ജോലിയും ചെയ്യുന്നുണ്ട്, 1500 ലക്ഷം കോടി രൂപേൻ്റെ ചിലവ് നമുക്ക് വരുന്നുണ്ട്. ഇതിലെന്തോ കുഴപ്പമില്ലേ? എനിക്കെന്തോ ഒരു ചെറിയ കുഴപ്പം തോന്നുന്നുണ്ട്. ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതാണ്. പിന്നെ ഇതിലൊരു ഒന്നുകൂടെ ആഡ് ചെയ്യണം. 18 ലക്ഷം കോടി രൂപ 18 ലക്ഷം കോടി രൂപ ബാങ്കുകളും ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ശരിയാണ്. 1500, ഓൾമോസ്റ്റ് 1511 ലക്ഷം കോടി രൂപ എൻ്റെ അടുത്താണ് ഈ 2025 നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. വിചിത്രം. FD ആയിട്ടുള്ള പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, 150. ഇതിലിപ്പോൾ ഈ 1000 ലക്ഷം കോടി രൂപ അല്ലാണ്ട് ഈ 511 ലക്ഷം കോടി രൂപ വെറുതെ കൊടുത്ത് FD ആണ്. FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയിൽ നിന്ന് റിട്ടേൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മളുടെ ഒരു വിശ്വാസമാണ്. ആ FD നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളത് ഉപയോഗിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. 225 ലക്ഷം കോടി രൂപേൻ്റെ ടാക്സ് കൊടുത്തിട്ടുണ്ട്. അത് നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അതിൽ എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. 18 ലക്ഷം കോടി രൂപ വെറുതെ കൊടുത്തിരിക്കുകയാണ് ബാങ്കുകൾക്ക്. അതായത് നമ്മൾ ഫണ്ടിൻ്റെ ലോൺ, ആ ലോൺ, ഈ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വെറുതെ കളഞ്ഞിരിക്കുക. 100 ലക്ഷം കോടി രൂപ ഷെയർ മാർക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിന് ഒരു ഗുണമില്ല. ഷെയറിൻ്റെ വാല്യൂ കൂടിയിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് വിറ്റാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും കറക്റ്റ് സമയത്ത് വിൽക്കില്ല. എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ അത് റിസ്ക് കൂടുതലാണ്. 18 ലക്ഷം കോടി രൂപ നമ്മൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു സേഫ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. എവിടെയോ പ്രശ്നമുണ്ട്. കാരണം 1500 ലക്ഷം കോടി രൂപേൻ്റെ ചിലവും 500 ലക്ഷം കോടി രൂപേൻ്റെ സമ്പാദ്യമാണ് നമുക്കുള്ളത്. ഒന്ന്, ഇപ്പോൾ ബാങ്കുകൾ ഏകദേശം 18 ലക്ഷം കോടി രൂപ ഇൻട്രസ്റ്റ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 100 ലക്ഷം കോടി രൂപേൻ്റെ അടുത്ത് ഓൺ ആൻ ആവറേജ് ലോൺ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വരികയാണെങ്കിലും 500 ലക്ഷം കോടി രൂപയാവുള്ളൂ. ബാക്കി 1000 ലക്ഷം കോടി രൂപ എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല. ബ്ലാക്ക് ആവും, ഒന്നും അറിയില്ല.
നോക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തത്, നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലുമാണ് നമ്മൾ ചിലവാക്കുന്നത്. അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. നമ്മളെ ക്രെഡിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറേ കാലം നമ്മൾ ചിലവാക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തത്, നമ്മളടുത്ത് ക്യാഷായിട്ട് 5 പൈസ ഇല്ല. ഒന്നുമില്ലെങ്കിൽ ബാങ്കിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ അടുത്താണ്. ലിക്വിഡ് ക്യാഷായിട്ട് 1000 ലക്ഷം കോടി രൂപ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. 1000 ലക്ഷം കോടി രൂപേൻ്റെ പ്രൊഡക്ട്സാണത്. നമ്മളുടെ കയ്യിൽ ക്യാഷില്ല. ഒരു അടിയന്തരാവസ്ഥയോ ഒരു യുദ്ധമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പൈസ മൊത്തം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം ബാങ്കുകളെല്ലാം പൊട്ടും. ബാങ്കിൽ നിന്ന് ആകെ 5 ലക്ഷം രൂപയാണ് പെർ പേഴ്സണ് വാങ്ങാൻ പറ്റുക. അതായത് 150 × 5 750 ലക്ഷം കോടി രൂപ അടുത്ത് ഓരോ ഇന്ത്യക്കാരും വിഡ്രോ ചെയ്താൽ കിട്ടും. പക്ഷെ അത്രയും പൈസ ഉണ്ടാവും. 250 ലക്ഷം കോടി രൂപ അവിടെ അങ്ങനെ പോകും. മ്യൂച്വൽ ഫണ്ട് ഫുള്ള് സീറോ ആവും. അതൊന്നും കിട്ടില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ട് എടുക്കാൻ കഴിയില്ല, അത് പോവും. പിന്നെ ടാക്സ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം ടാക്സ് എന്തായാലും പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ അധ്വാനിക്കുന്ന ഈ 500 ലക്ഷം കോടി രൂപേൻ്റെ അധ്വാനം ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ 5 പൈസയില്ല. ഇതാണ് സത്യാവസ്ഥ. നമ്മൾ വെറുതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വിയർഡ് തിങ്, ബട്ട് എന്തെങ്കിലുമൊക്കെ ക്യാഷായിട്ട് നിങ്ങൾ എടുത്തു വയ്ക്കാൻ ശ്രമിക്കൂ. അത്ര എനിക്ക് ഇതിന്ന് പറയാനുള്ളൂ. ഹാവ് എ ഗ്രേറ്റ് ഡേ.